Hi friends, welcome to Branch Accounts Part 7. Under data system, branches are classified into three. Branch that receives goods at cost and sells only for cash. Second one, branch that receives goods at cost but sells both for cash and credit. And finally the third one, branch that receives goods at invoice price or loader price and sells both for cash and credit. In this video, we discuss the third one. Branch that receives goods at invoice price or loader price and sells both for cash and credit. Goods are often sent by head office to branch at a price higher than cost price. സാധാരണയായിട്ട് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടിയ ഒരു വിലയിലാണ്. എനി പ്രൈസ് അറ്റ് വിച്ച് ദ ഗുഡ്സ് ആർ സെൻഡ് ബൈ ഹെഡ് ഓഫീസ് ടു ദ ബ്രാഞ്ച് എബവ് ദ കോസ്റ്റ് പ്രൈസ് ഈസ് നോൺ ആസ് ഇൻവോയ്സ് പ്രൈസ്, ഇൻഫ്ലേറ്റർ പ്രൈസ് ഓർ ലോഡർ പ്രൈസ്. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഇഷ്യൂ ചെയ്യുന്ന ഗുഡ്സ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടിയ വിലയിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ആ ഇഷ്യൂ ചെയ്യുന്ന പ്രൈസിനെയാണ്, കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടിയ ആ വിലയെയാണ് ഇൻവോയ്സ് പ്രൈസ് അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് പ്രൈസ് അല്ലെങ്കിൽ ലോഡർ പ്രൈസ് എന്നൊക്കെ പറയുന്നത്. ദിസ് ഈസ് ഡൺ ടു കൺസീൽ ദ കോസ്റ്റ് പ്രൈസ് ഫ്രം ബ്രാഞ്ച് മാനേജർ ടു കൺസീൽ ദ ആക്ച്വൽ പ്രോഫിറ്റ് മെയ്ഡ് ബൈ ദ ഹെഡ് ഓഫീസ് അറ്റ് ദ ബ്രാഞ്ച്. ഇങ്ങനെ ചെയ്യുന്നത് ഗുഡ്സിൻ്റെ കോസ്റ്റ് പ്രൈസ് ബ്രാഞ്ച് മാനേജറിൽ നിന്നും മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ മറച്ചു വയ്ക്കുന്നത് ഹെഡ് ഓഫീസ് ആ ബ്രാഞ്ചിൽ നിന്നും ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് ബ്രാഞ്ച് മാനേജരും മറ്റ് സ്റ്റാഫുകളും ഒക്കെ അറിയാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്ഫുൾ ടു കൺട്രോൾ ബ്രാഞ്ച് സ്റ്റോക്ക് ബിക്കോസ് ലോഡർ പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ആർ ഓഫൺ സെയിം. സാധാരണയായിട്ട് ലോഡർ പ്രൈസായിട്ട് ഉപയോഗിക്കുന്ന സെല്ലിംഗ് പ്രൈസ് തന്നെയാണ്. ശരിക്കും ആ ഗുഡ്സ് സെയിൽസ് നടത്തുന്ന എമൗണ്ടിൽ തന്നെയായിരിക്കും, ആ പ്രൈസിൽ തന്നെയായിരിക്കും ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ഹെഡ് ഓഫീസ് കൊടുക്കുന്നത്. അതായത് ലോഡർ പ്രൈസിൽ തന്നെയായിരിക്കും സെയിൽസും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സെയിൽസ് പ്രൈസും ലോഡർ പ്രൈസും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ട് പ്രൈസ് ഒരേ സമയം ഡീൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ല. അതേസമയം കോസ്റ്റ് പ്രൈസിലാണ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് വരുന്നതെങ്കിൽ അവിടെ കോസ്റ്റ് പ്രൈസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രാഞ്ച് സെയിൽസ് നടക്കുമ്പോൾ സെയിൽസ് പ്രൈസും വരുന്നുണ്ട്. ഇപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ട് വരുന്നു. കാരണം സ്റ്റോക്ക് രണ്ട് പ്രൈസിൽ അവിടെ വാല്യൂ ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ കേസിൽ ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന പ്രൈസും ബ്രാഞ്ച് ഗുഡ്സ് സെയിൽ നടത്തുന്ന പ്രൈസും സെയിം ആയതുകൊണ്ട് ബ്രാഞ്ച് സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെഡ് ഓഫീസിന് കുറച്ച് എളുപ്പം വരുന്നുണ്ട്. ഇൻ ദിസ് കേസ് some adjustments are required to find out the true profit at branch. ഈ കേസിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും, യഥാർത്ഥ പ്രോഫിറ്റ് ബ്രാഞ്ചിൻ്റെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. നെക്സ്റ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്. ഫസ്റ്റ് വൺ, ടു അഡ്ജസ്റ്റ് ദ ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സ് പ്രൈസിലാണ് നമ്മൾ പറഞ്ഞു. ഇൻവോയ്സ് പ്രൈസിൽ ഇഷ്യൂ ചെയ്ത സ്റ്റോക്കാണ് ഓപ്പണിങ്ങിൽ ഉള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്കിൽ കോസ്റ്റിൻ്റെ കൂടെ അഡീഷണലായിട്ട് ഒരു എമൗണ്ട്, ഇൻഫ്ലേറ്റഡ് എമൗണ്ട് വന്നിട്ടുണ്ട്. ആ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എൻട്രി പാസ് ചെയ്യുന്നത്. എൻട്രി സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ സ്റ്റോക്ക് റിസർവ് എന്നാണ് എഴുതുന്നത്. നെക്സ്റ്റ്, ടു അഡ്ജസ്റ്റ് ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിൽ ലോഡിംഗ് ഇലമെൻ്റ് ഉണ്ടായിരിക്കും. അതായത് ക്ലോസിംഗ് സ്റ്റോക്കിൽ വന്നിട്ടുള്ള എമൗണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ടിനകത്ത് കോസ്റ്റ് കഴിഞ്ഞ് കോസ്റ്റിനേക്കാൾ കൂടിയ ഒരു എമൗണ്ട്, ഒരു പ്രോഫിറ്റ് ആകാം, ഒരു ഇൻഫ്ലേറ്റഡ് എമൗണ്ട് ഉണ്ടായിരിക്കും. ആ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രിയാണിത്.
ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ടു സ്റ്റോക്ക് റിസർവ്, ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ടു സ്റ്റോക്ക് റിസർവ്. ക്ലോസിംഗ് സ്റ്റോക്ക് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു സ്റ്റോക്ക് റിസർവ് എന്നാണ് നമ്മൾ എഴുതുന്നത്. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു സ്റ്റോക്ക് റിസർവ് എന്ന് എഴുതും. നെക്സ്റ്റ്, ടു അഡ്ജസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻ ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച്. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് കറണ്ട് ഇയറിൽ ഇഷ്യൂ ചെയ്ത ഗുഡ്സിലും ഈ ഇൻഫ്ലേഷൻ ഉണ്ടായിരിക്കും, ഇൻഫ്ലേഷൻ എമൗണ്ട് ഉണ്ടായിരിക്കും. ആ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രിയാണ് ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗുഡ്സ് ആൻഡ് ബ്രാഞ്ചിൻ്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് എന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യും. ബൈ ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് എന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യും. നെക്സ്റ്റ്, ടു അഡ്ജസ്റ്റ് ഇൻഫ്ലേഷൻ ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച്. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഇഷ്യൂ ചെയ്ത ഗുഡ്സ് ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ റിട്ടേൺ ചെയ്യുന്ന ഗുഡ്സിലും ഒരു ഇൻഫ്ലേഷൻ ഇലമെൻറ്റ് ഉണ്ടായിരിക്കും. ഇൻഫ്ലേഷൻ്റെ ഇലമെൻറ്റ് ഉണ്ടായിരിക്കും. റിട്ടേൺ ചെയ്ത ഗുഡ്സിലുള്ള ഇൻഫ്ലേഷൻ ഇലമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എഴുതുന്ന എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ടു ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് എന്നാണ്. ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ടു ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് എന്ന് എഴുതിയാണ്. നമ്മൾ ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് എന്ന് എഴുതിയാണ്. അതുകൊണ്ട് തന്നെ റിട്ടേണിൻ്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് എന്ന് എഴുതിയാണ് ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് എന്ന് എഴുതിയാണ് ഗുഡ്സ് റിട്ടേണിൻ്റെ ലോഡിങ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പ്രോബ്ലം നമ്പർ 5. ജനദാസ് നോസം ഹാസ് എ ബ്രാഞ്ച് അറ്റ് പറൂർ ടു വിച്ച് ഗുഡ്സ് ആർ സെൻഡ് അറ്റ് കോസ്റ്റ് പ്ലസ് 25%. ജനദാസ് നോസംസിൻ്റെ ഒരു ബ്രാഞ്ച് പറൂർ ഉണ്ട്. ഗുഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് കോസ്റ്റിനേക്കാൾ 25% കൂട്ടിയാണ്. കോസ്റ്റ് പ്ലസ് 25% ആണ് ഇവിടെ ഗുഡ്സ് ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത്. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ ബ്രാഞ്ച് അക്കൗണ്ട് ആൻഡ് അതർ ഇമ്പോർട്ടൻ്റ് അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്. ഇവിടെ പറൂർ ബ്രാഞ്ച് അക്കൗണ്ടും മറ്റ് ഇമ്പോർട്ടൻ്റ് അക്കൗണ്ടുകളും പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻസ് നോക്കാം. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 1st April 2014 ₹30,000. ഡെറ്റേഴ്സ് അറ്റ് ബ്രാഞ്ച് ഓൺ 1st April 2014 ₹23,000. രണ്ട് ഓപ്പണിംഗ് ബാലൻസുകൾ തന്നിരിക്കുന്നു. സ്റ്റോക്ക്, ഡെറ്റേഴ്സ് രണ്ടും നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓപ്പണിംഗ് സ്റ്റോക്കിൽ ലോഡിംഗ് ഉണ്ട്. അത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ്, ഗുഡ്സ് സപ്ലൈ ടു ബ്രാഞ്ച് ഡ്യൂറിങ് 2014. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ഇഷ്യൂ ചെയ്തതിൻ്റെ എമൗണ്ട് ₹3 lakh. ഇവിടെയും ലോഡിങ് വരുന്നുണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 25% കോസ്റ്റിനേക്കാൾ കൂടിയാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ്, ചെക്ക് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ്. പേയ്മെൻറ്റ് നടത്തുന്നതാണ് ₹28,000.
അത് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് എന്നാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്യാഷ് സെയിൽസ് റുപ്പീസ് 1,90,000. ക്യാഷ് സെയിൽ നടത്തി കിട്ടിയ എമൗണ്ടാണ് നമ്മൾ 1,90,000 റെക്കോർഡ് ചെയ്യുന്നത്. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് എന്ന് എഴുതിയാണ്. നെക്സ്റ്റ് ക്രെഡിറ്റ് സെയിൽസ് റുപ്പീസ് 1,30,000. ഇത് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന ഇൻഫർമേഷനാണ്. ഡിസ്കൗണ്ട് അലൗഡ് ടു ഡെറ്റേഴ്സ് റുപ്പീസ് 2,000. ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് റുപ്പീസ് 4,000. റിട്ടേൺ ബൈ കസ്റ്റമേഴ്സ് റുപ്പീസ് 5,000. ഇത് മൂന്നും ഡെറ്റേഴ്സ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷനുകളാണ്. ഇവയെല്ലാം ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് കുറയാൻ കാരണമാവുന്ന ട്രാൻസാക്ഷനാണ്. അതുകൊണ്ട് തന്നെ അവ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 31st March 2015 റുപ്പീസ് 40,000. ഡെറ്റേഴ്സ് അറ്റ് ബ്രാഞ്ച് ഓൺ 31st March 2015 റുപ്പീസ് 22,000. ക്ലോസിംഗ് അസറ്റുകൾ നമുക്ക് തന്നിരിക്കുകയാണ്. സ്റ്റോക്ക് 40,000 ആണ് റുപ്പീസ്. ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് റുപ്പീസ് 22,000 ആണ്. എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st March 2015 റുപ്പീസ് 3,000. ഇവിടെ ഒരു ലൈബിലിറ്റിയുടെ ക്ലോസിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യേണ്ടതാണ്. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ക്ലോസിംഗ് ബാലൻസ് വന്നിട്ടുണ്ട് റുപ്പീസ് 40,000. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലോസിംഗ് സ്റ്റോക്കിൽ ഇൻഫ്ലേഷൻ അഥവാ ലോഡിങ് ഉണ്ടായിരിക്കും. ആ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. ഇവിടെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ട് ഒരു ബ്രാഞ്ച് അക്കൗണ്ടാണ്. തൊട്ട് മുമ്പത്തെ പ്രവർത്തിച്ചൊക്കെ ചെയ്ത പോലെ തന്നെ ബ്രാഞ്ച് അസറ്റുകളുടെ ഓപ്പണിംഗ് ബാലൻസുകൾ ഒരു ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ടു ബാലൻസ് ഡ്രോഡൗൺ. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുള്ള അസറ്റുകൾ ബ്രാഞ്ച് ഡെറ്റേഴ്സ്, ബ്രാഞ്ച് സ്റ്റോക്ക് എമൗണ്ട് 30,000. ബ്രാഞ്ച് ഡെറ്റേഴ്സ് എമൗണ്ട് 23,000. ഇനി ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് അക്കൗണ്ട് രണ്ട് സോഴ്സിൽ നിന്നാണ് ബ്രാഞ്ചിലേക്ക് ക്യാഷ് വരുന്നത്. ഒന്ന് ക്യാഷ് സെയിൽസ് എമൗണ്ട് 1,90,000. ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ് നമുക്കിവിടെ ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ് എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അവൈലബിൾ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസ്, ഡിസ്കൗണ്ട് അലൗഡ്, ബാഡ് ഡെപ്റ്റ്, റിട്ടേൺ ബൈ കസ്റ്റമേഴ്സ് ഇവയൊക്കെ ബ്രാഞ്ച് അക്കൗണ്ടുമായിട്ട് ബന്ധമില്ലാത്ത ട്രാൻസാക്ഷൻസ് ആണ്. ഇത് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ആണ്. നമുക്ക് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ബ്രാഞ്ച് ഡെറ്റേഴ്സ് ഒരു അസറ്റ് അക്കൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസ് വരുന്നത് ഡെബിറ്റ് സൈഡിലായിരിക്കും. ടു ബാലൻസ് ഡ്രോഡൗൺ ഓപ്പണിംഗ് ബാലൻസ് 23,000. ടു സെയിൽസ് ക്രെഡിറ്റ് സെയിൽസിന്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എമൗണ്ട് 1,30,000. ഡെറ്റേഴ്സ് അക്കൗണ്ടിന്റെ ബാലൻസ് കുറയാൻ കാരണമാവുന്ന ട്രാൻസാക്ഷനുകളൊക്കെ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ബൈ ഡിസ്കൗണ്ട്, ഡെറ്റേഴ്സിന് ഡിസ്കൗണ്ട് കൊടുത്തതാണ്.
ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡെറ്റേഴ്സിൽ നിന്ന് അത് കുറച്ചിട്ടുള്ള എമൗണ്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഡെറ്റേഴ്സിന്റെ ബാലൻസ് കുറയാൻ കാരണമാവുന്ന ട്രാൻസാക്ഷൻ ആണ്. ഇവിടെ ഡിസ്കൗണ്ട് ₹2000 ആണ്. ബൈ ബാഡ് ഡെപ്റ്റ് ഡെറ്റേഴ്സിൽ നിന്ന് എഴുതിത്തള്ളിയ എമൗണ്ട് ആണ്. കിട്ടാക്കളവായിട്ട് കണ്ട് എഴുതിത്തള്ളിയ എമൗണ്ട് ആണ്. 4000 ആണ്. ഡെറ്റേഴ്സിന്റെ ബാലൻസ് കുറയാൻ കാരണമാവുന്ന ട്രാൻസാക്ഷൻ ആണ്. ബൈ സെയിൽസ് റിട്ടേൺസ് ഈ ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് കസ്റ്റമേഴ്സ് റിട്ടേൺ ചെയ്തതാണ്. സെയിൽസ് റിട്ടേൺ ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് 5000 ആണ്. കസ്റ്റമേഴ്സ് ബ്രാഞ്ചിലേക്ക് റിട്ടേൺ ചെയ്തിരിക്കുന്ന ബുക്സ് ആണ് ക്രെഡിറ്റ് സെയിൽസിന്റെ റിട്ടേൺ ആയിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ബൈ ക്യാഷ് ആണ്. ഡെറ്റേഴ്സിന്റെ ബാലൻസ് കുറയാൻ കാരണമാകുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ബൈ ക്യാഷ് ആണ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ആണ്. ഇവിടെ നമുക്ക് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് എത്രയാണെന്ന് തന്നിട്ടില്ല. ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്. നമുക്ക് അതെടുത്ത് എഴുതാം. ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് ക്വസ്റ്റ്യൻ തന്നേക്കുന്ന എടുത്ത് എഴുതാം. ₹22,000. ഇനി അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം, ബാലൻസ് ചെയ്യാം. ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ഒരൈറ്റം നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം ഡെബിറ്റ് സൈഡിലായിരിക്കും എമൗണ്ട് കൂടുതൽ വരിക. ഡെബിറ്റ് സൈഡ് ബാലൻസ് ചെയ്യുക. ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ 1,53,000. ക്രെഡിറ്റ് സൈഡിലോട്ട് സെയിം എമൗണ്ട് തന്നെ എടുത്തെഴുതുന്നു. ബൈ ക്യാഷ് ബാലൻസ് ഫിഗർ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് 1,20,000 ആണ്. 1,20,000. ഈ 1,20,000 നമുക്ക് കരൂർ ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് എടുത്തെഴുതാം. ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ് 1,20,000. ഇനി ഈ പ്രോബ്ലത്തിന് മറ്റ് പ്രോബ്ലത്തിൽ നിന്ന് ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് കൊടുക്കുന്നത് ഒരു ഇൻഫ്ലേറ്റഡ് പ്രൈസിലാണ്. അതായത് ഒരു പ്രോഫിറ്റ് ഇലമെന്റൂടെ ആഡ് ചെയ്തുള്ള പ്രൈസിലാണ്. അതായത് ഇവിടെ ഓപ്പണിങ്ങിലുള്ള ബ്രാഞ്ച് സ്റ്റോക്കിനകത്തും ഒരു പ്രോഫിറ്റ് ഇലമെന്റ് ഉണ്ട്. ഇവിടെ പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് 25% എന്നാണ്. കോസ്റ്റ് പ്ലസ് 25% ആണ്. ഇവിടെ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് 25% ആണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റിന്റെ 1/4 ആണ് പ്രോഫിറ്റ് എന്ന് പറയാം. കോസ്റ്റിന്റെ 1/4 ആണ് പ്രോഫിറ്റ്. സെയിൽസിന്റെ 1/5 ആയിരിക്കും പ്രോഫിറ്റ്. സെയിൽസിന്റെ 1/5 ആയിരിക്കും പ്രോഫിറ്റ്, അല്ലെങ്കിൽ സെയിൽസിന്റെ 20% ആയിരിക്കും പ്രോഫിറ്റ്. ഇവിടെ കോസ്റ്റ് പ്ലസ് 25 കൂടെ ആഡ് ചെയ്ത് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് സെയിൽസ് പ്രൈസിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് പ്രൈസിലാണ് കിടക്കുന്നത്. ആ എമൗണ്ടിനകത്ത് 30,000 നിന്ന് നമുക്ക് ഇൻഫ്ലേറ്റഡ് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബൈ സ്റ്റോക്ക് റിസർവ് എന്നാണ് നമ്മൾ എഴുതുന്നത്. ബൈ സ്റ്റോക്ക് റിസർവ്. ഓപ്പണിംഗ് സ്റ്റോക്കിനെ ഇവിടെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് അറ്റ് ടു പരൂർ ബ്രാഞ്ച് എന്നായിരിക്കും എൻട്രി വരുന്നത്. സ്റ്റോക്ക് റിസർവ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 30,000 into 20/100 എമൗണ്ട് 6,000 ആണ്. നെക്സ്റ്റ് ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് ആണ്. പരൂർ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ടു ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് എന്നായിരിക്കും എൻട്രി വരുന്നത്. ടു ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച്. ഹെഡ് ഓഫീസിൽ നിന്ന് പരൂർ ബ്രാഞ്ചിലേക്ക് കിട്ടിയ ഗുഡ്സിന്റെ
വാല്യൂ ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് 3 lakh ആണ് എമൗണ്ട്. 3 lakh. ഹെഡ് ഓഫീസിൽ നിന്ന് ഈ വർഷം ബ്രാഞ്ചിലേക്ക് കിട്ടിയ ഗുഡ്സിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 3 lakh ആണ്. അതിനകത്തും ഈ പ്രോഫിറ്റ് ഇലമെന്റ് വന്നിട്ടുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗുഡ്സ് ആൻഡ് ന്യൂ ബ്രാഞ്ച് നമ്മൾ എഴുതിയിരിക്കുന്നത് വരൂർ ബ്രാഞ്ചിന്റെ ഡെബിറ്റ് സൈഡിലായതുകൊണ്ട്, വരൂർ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് അതിന്റെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡിലായിരിക്കണം. ബൈ ഗുഡ്സ് ആൻഡ് ന്യൂ ബ്രാഞ്ച് എന്നാണ് നമ്മൾ എഴുതുന്നത്. ഗുഡ്സ് ആൻഡ് ന്യൂ ബ്രാഞ്ച്, ബൈ ഗുഡ്സ് ആൻഡ് ന്യൂ ബ്രാഞ്ച് എമൗണ്ട് 3 lakh into 20% ആണ്. 3 lakh into 20/100. എമൗണ്ട് 60,000. എമൗണ്ട് 60,000. ഇതിന്റെ എൻട്രി വരുന്നത് ഗുഡ്സ് ആൻഡ് ന്യൂ ബ്രാഞ്ച് അക്കൗണ്ട് ലെറ്റർ ടു വരൂർ ബ്രാഞ്ച് അക്കൗണ്ട് എന്നാണ്. ഗുഡ്സ് ആൻഡ് ന്യൂ ബ്രാഞ്ച് അക്കൗണ്ട് ലെറ്റർ ടു വരൂർ ബ്രാഞ്ച് അക്കൗണ്ട് എന്നാണ്. ഇനി നമുക്ക് മറ്റ് എൻട്രികളിലേക്ക് പോകാം. ടു ബാങ്ക് അക്കൗണ്ട് എക്സ്പെൻസുകൾ പേയ്മെന്റ് നടത്തുന്നതാണ്. എക്സ്പെൻസുകൾ പേയ്മെന്റ് നടത്തുന്നത് എമൗണ്ട് 28,000. എമൗണ്ട് 28,000. എൻട്രി വരുന്നത് വരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് എന്ന് ആണ്. നെക്സ്റ്റ് ക്ലോസിംഗ് ബാലൻസുകളിലേക്ക് പോകാം. ക്ലോസിംഗ് ബാലൻസുകൾ ഇവിടെ ലൈബിലിറ്റിയുടെ ക്ലോസിംഗ് ബാലൻസും അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ഉള്ളതായിട്ട്, ക്ലോസിംഗിൽ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റിയാണ്. അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു. ലൈബിലിറ്റീസിന്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇവിടെ ലൈബിലിറ്റീസിന്റെ ഓപ്പണിംഗ് ബാലൻസുകൾ തന്നിട്ടില്ല. അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസുകൾ റെക്കോർഡ് ചെയ്യേണ്ടത് ക്രെഡിറ്റിലാണ്. ലൈബിലിറ്റീസിന്റെ ഓപ്പണിംഗ് ബാലൻസുകൾ റെക്കോർഡ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡിലായതുകൊണ്ട് തന്നെ ലൈബിലിറ്റീസിന്റെ ക്ലോസിംഗ് ബാലൻസുകൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. ടു ബാലൻസ് ക്യാരിഡ് ഔട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. ഇത് ഒരു ലൈബിലിറ്റിയാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിന്റെ ബാലൻസ് 3,000 ആണ്. 3,000. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിന്റെ ബാലൻസ് 3,000 കൊടുക്കുക. ഇനി ക്രെഡിറ്റ് സൈഡിലെ ബ്രാഞ്ച് അസറ്റുകളുടെ ക്ലോസിംഗ് ബാലൻസുകൾ കൊടുക്കാം. ബൈ ബാലൻസ് ക്യാരിഡ് ഔട്ട്. നമുക്ക് ഇവിടെ ഓപ്പണിംഗിലുള്ള അസറ്റുകളൊക്കെ തന്നെ ക്ലോസിംഗിലും കാണും. ബ്രാഞ്ച് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എമൗണ്ട് 40,000. ബ്രാഞ്ച് ഡെറ്റേഴ്സ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സെയിം എമൗണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയത്. 22,000. ഈ ബ്രാഞ്ച് സ്റ്റോക്ക് ക്ലോസിംഗിലുള്ള ബ്രാഞ്ച് സ്റ്റോക്കിലും പ്രോഫിറ്റിന്റെ ഇലമെന്റ് അഥവാ ഇൻഫ്ലേറ്റഡ് എമൗണ്ട് കാണും. അതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ബ്രാഞ്ച് സ്റ്റോക്കിന്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലായതുകൊണ്ട് തന്നെ അതിന്റെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. ടു സ്റ്റോക്ക് റിസർവ് എന്നാണ് നമ്മൾ എൻട്രി പോസ്റ്റ് ചെയ്യേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് 40,000 into 20/100. 40,000 into 20/100. എമൗണ്ട് 8,000 ആണ്. ഈ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ സ്റ്റോക്ക് റിസർവ് അഥവാ ഇൻഫ്ലേഷൻ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന എൻട്രി വരുന്നത് വരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ലെറ്റർ ടു സ്റ്റോക്ക് റിസർവ് എന്നാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ എൻട്രീസിന്റെയും പോസ്റ്റിങ്ങുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം, ബാലൻസ് ചെയ്യാം. ഇവിടെ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് ടോട്ടൽ എമൗണ്ട് കൂടുതൽ വന്നിരിക്കുന്നത്. 4,38,000. സെയിം എമൗണ്ട് തന്നെ ഡെബിറ്റിലേക്ക് എടുത്തെഴുതാം. 4,38,000. ഇനി നമുക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം.
അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടാണ്. പരൂർ ബ്രാഞ്ച് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടാണ്. ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ വന്നിരിക്കുന്നത്. അതിനർത്ഥം പ്രോഫിറ്റ് ആണെന്നാണ്. ഡെബിറ്റ് സൈഡിൽ നമുക്ക് ബാലൻസ് ചെയ്യാം. ടു P&L അക്കൗണ്ട് പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഹെഡ് ഓഫീസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. കിട്ടുന്ന ബാലൻസ് ഫിഗർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഹെഡ് ഓഫീസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. എമൗണ്ട് കിട്ടുന്നത് 46,000 ആണ് ഇവിടെ പ്രോഫിറ്റ് കിട്ടുന്നത്. ഇനി ആൻസേഴ്സ് ഒന്നുകൂടി നോക്കാം. പരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 March 2015. ടു ബാലൻസ് ബ്രോ ഡൗൺ ഡെബിറ്റ് സൈഡിൽ ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് ഡെറ്റേഴ്സ്, ഓപ്പണിംഗ് ബാലൻസുകൾ എടുത്തെഴുതിയിരിക്കുന്നു. ടു ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ₹3 lakh ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ്. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് വന്ന എമൗണ്ട് അല്ലെങ്കിൽ ഗുഡ്സ് ഇഷ്യൂ ചെയ്ത എമൗണ്ട്. ഇനി ഇവിടെ ക്രെഡിറ്റ് സൈഡ് നോക്കാം. ബൈ ബാങ്ക് അക്കൗണ്ട്, ക്യാഷ് സെയിൽസിൽ നിന്ന് കിട്ടിയ എമൗണ്ട് ക്വസ്റ്റ്യൻ നേരിട്ട് തന്നിട്ടുണ്ട്. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടില്ല. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താണ്. ഡെറ്റേഴ്സ് അക്കൗണ്ട് നോക്കാം. ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ഡെബിറ്റിൽ വന്നിരിക്കുന്നത് ടു ബാലൻസ് ബ്രോ ഡൗൺ ഓപ്പണിംഗ് ബാലൻസ് ആണ് ₹23,000. ഡെബിറ്റിൽ വന്നേക്കുന്നത് ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് കൂടാൻ കാരണമാകുന്ന ഏറ്റവും മെയിനായിട്ടുള്ള ഐറ്റം ക്രെഡിറ്റ് സെയിൽസ് ആണ്, ₹1,30,000. ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് നോക്കാം. ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ബാലൻസ് കുറയാൻ കാരണമാകുന്ന ട്രാൻസാക്ഷൻസ് ആണ്. ഡെറ്റേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ബൈ ഡിസ്കൗണ്ട് അക്കൗണ്ട് ₹2,000. ബൈ ബാഡറ്റ് അക്കൗണ്ട് 4,000. ഡെറ്റേഴ്സിൻ്റെ കുറച്ച് ഭാഗം ബാഡറ്റായിട്ട് എഴുതിത്തള്ളുന്നതാണ്. ബൈ സെയിൽസ് റിട്ടേൺസ് ₹5,000. ഈ ക്രെഡിറ്റ് സെയിൽസിൽ, അതായത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് കുറച്ച് എമൗണ്ട്, അതായത് 5,000ൻ്റെ ഗുഡ്സ് ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ബൈ ക്യാഷ്, അതിന് താഴെ ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ബൈ ക്യാഷ് അക്കൗണ്ട് ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടിയ എമൗണ്ട് ആണ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ആണ്. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1,20,000 ആണ്. ആ എമൗണ്ട് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഇനി ബൈ സ്റ്റോക്ക് റിസർവ്, ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ബ്രാഞ്ച് സ്റ്റോക്ക് ₹30,000 ആണ് ഓപ്പണിങ്ങിലുള്ളത്. അതിനകത്തുള്ള ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. ബൈ ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ചിൻ്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. 3 lakh ആയിരുന്നു ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച്. അതിൻ്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള ക്രെഡിറ്റ് സൈഡിലാണ്. ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് അക്കൗണ്ട് എക്സ്പെൻസ് പേയ്മെൻറ്റ് നടത്തുന്നതാണ്. ടു ബാലൻസ് ക്യാരി ഡൗൺ, ഒരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഒരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ക്ലോസിങ്ങിൽ ലൈബിലിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. എമൗണ്ട് 3,000 ആണ്. ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ് ക്യാരി ഡൗൺ, ബ്രാഞ്ച് സ്റ്റോക്ക് 40,000, ബ്രാഞ്ച് ഡെറ്റേഴ്സ് 22,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫർമേഷനാണ്. ടു സ്റ്റോക്ക് റിസർവ് ഡെബിറ്റ് സൈഡിൽ ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ബ്രാഞ്ച് സ്റ്റോക്ക് ക്ലോസിംഗ് ബാലൻസ് 40,000 ആണ്. അതിൻ്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്. അക്കൗണ്ട് ബാലൻസ് ചെയ്തിരിക്കുന്നു. ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഹെഡ് ഓഫീസിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ബാലൻസ് ചെയ്യുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ടു P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ് ബാലൻസ് ചെയ്തിരിക്കുന്നു. പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് 46,000. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.